കട്ടിയൊരുമി നടക്കുകയും ഡബിൾ മീനിങ്ങിൽ കാര്യങ്ങൾ പറഞ്ഞും അവര് നമ്മളെ സുഖിപ്പിച്ച് ഇങ്ങനെ അങ്ങ് കൊണ്ടുപോകും. അപ്പൊ നമ്മൾ കരുതും നമ്മളോടുള്ള സ്നേഹം കൊണ്ടാന്ന്. എന്നാ അങ്ങനെയൊന്നും അല്ലടാ. അവര് സ്നേഹിക്കുന്നത് നമ്മളെ ആവില്ല, നമ്മുടെ പണത്തെ ആയിരിക്കും. ഈ കേസ് റീഓപ്പൺ ചെയ്യാൻ അവള് വിചാരിച്ചാലും സാധിക്കും. മാഹിയൊക്കെ അത്രയ്ക്കേ ഉള്ളൂ. നമ്മുടെ ഇറക്കണല്ലേ അവൻ. മഹിഭാവായിരിക്കും, പക്ഷെ അഡ്വക്കേറ്റ് മഹേഷ് ജയരാമൻ പാവല്ല. അറിയാലോ അങ്ങനൊരു മഹേഷിനെ. അവൻ വക്കീൽ കോട്ട് വിട്ട് കളത്തിറങ്ങി കളിച്ച പണിയാവും. അവൻ ഇറങ്ങി കളിക്കട്ടെ. കളിച്ച് ബോൾ എന്റെ കാലിലെത്തുമ്പോ അവൻ എന്റെ നേരെ തിരിയും. അപ്പോ ആ ബോൾ ഞാൻ പാസ് ചെയ്യാൻ പോകുന്നത് രമചേച്ചിയിലേക്കാ. കളി ജയിക്കണമെങ്കില് മുന്നിൽ നിൽക്കുന്ന പെറ്റമ്മയെ വീഴ്ത്തണമെന്ന് തിരിച്ചറിയുന്ന നിമിഷം അവന്റെ ആവേശം കെട്ടടങ്ങും. ആദ്യമേ രമചേച്ചിക്ക് ഒരു സൂചന കൊടുക്കണം. മോനോടുള്ള സ്നേഹം എനിക്ക് ദോഷമായി ഭവിച്ചു എന്ന് അറിഞ്ഞാ അവനെ ആരും അറിയാതെ ഞാൻ അങ്ങ് തീർക്കും. പാവം ചെറുക്കൻ. ഈ പ്രായത്തിലെ നടുറോഡിൽ അരഞ്ഞു തീരാനാണല്ലോ അവന്റെ വിധി. ഓയ്, എന്താ ഇത്ര ആലോചിക്കാൻ? സൂസനെ കാണാൻ പോയിട്ട് എന്തായി? ഒന്നും പറഞ്ഞില്ലല്ലോ. എന്താവാൻ? സൂസനെ കണ്ടു, സംസാരിച്ചു, ഞങ്ങളൊന്ന് കറങ്ങി, പാർക്കിലും ബീച്ചിലൊക്കെ ഒന്ന് പോയി, നല്ല ഐസ്ക്രീമൊക്കെ കഴിച്ചു. സൂസന് കല്യാണാലോചനയൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നത്. പാവം, നല്ല എവനെങ്കിലും കെട്ടിക്കൊണ്ട് പോയാൽ മതിയായിരുന്നു. അത്രയ്ക്ക് വിഷമമാണെങ്കിലേ തനിക്ക് എന്നെ കെട്ടിക്കൂടെ? ഞാനും അത് ആലോചിച്ചായിരുന്നു, പക്ഷെ വേണ്ടെന്ന് വെച്ചു. അതെന്താ വേണ്ടെന്ന് വെച്ചത്? അങ്ങനെ തീർത്തും വേണ്ടെന്ന് വെച്ചതൊന്നുമല്ല. നോക്കാം. പണ്ട് എന്ത് രസമായിരുന്നു ഞാനും സൂസനും. അവളതൊന്നും മറന്നിട്ടില്ല. പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമയം പോയത് പറഞ്ഞില്ല. ദേ, ഇന്ന് റെസ്റ്റോറന്റിൽ വെച്ചൊരു സംഭവം ഉണ്ടായി. ഞാനും സൂസനും കഴിക്കാൻ വേണ്ടി ചെന്നപ്പോ റെസ്റ്റോറന്റിലെ ചേട്ടൻ ചോദിക്കുക, ഇത് വൈഫാണോന്ന്. ഞാൻ ആകെ അങ്ങ് ഇല്ലാണ്ടായി പോയി. എന്തിന്? തനിക്ക് പറഞ്ഞുകൂടായിരുന്നോ ഫ്രണ്ട് ആണെന്ന്? ശരിക്കും അപ്പൊ അങ്ങനെ പറയാൻ തോന്നില്ല. അതും പറഞ്ഞ് ഞാനും സൂസനും കൂടി ചിരിച്ചു കഴിഞ്ഞില്ലേ? ഇന്ന് സൂസനെ കണ്ടിട്ട് കേസിന്റെ കാര്യം എന്താ പറഞ്ഞെന്നൊന്ന് പറയാവോ? ആ, പറയാം. അതിനു മുമ്പ് ബീച്ചിൽ വെച്ച് വേറൊരു സംഭവം ഉണ്ടായി. ബീച്ച്. ഞാനും സൂസനും കൂടി കടൽ തീരത്തോടി നടക്കുമ്പോഴേ അവിടെ കപ്പലണ്ടി വിൽക്കുന്ന ചേട്ടനില്ലേ, ഞങ്ങളോട് ചോദിക്കുക മക്കളൊന്നും ആയില്ലെന്ന്. ഞാൻ പിന്നെ അങ്ങ് വല്ലാണ്ടായി പോയി. പിന്നെ സൂസൻ പറഞ്ഞു, ഇപ്പൊ ഞങ്ങള് കുഞ്ഞുങ്ങളെ കുറിച്ചൊന്നും ആലോചിക്കുന്നില്ലാന്ന്. പിന്നെ പിന്നീട് ഞങ്ങളത് പറഞ്ഞ് കേസിന്റെ കാര്യം സൂസൻ എന്ത് പറഞ്ഞു പറ. പറയുന്ന പോലെ ഞാൻ സൂസനെ കാണാൻ പോയത് കേസിന്റെ കാര്യത്തിനായിരുന്നല്ലോ, അല്ലേ? അല്ലേ? പാർക്കിലും ബീച്ചിലും ഒക്കെ പോയപ്പോ താൻ പോയ കാര്യം മറന്നോ? മറന്നു. മറന്നിട്ടൊന്നുമില്ല. ദേ, കേസിനെ കുറിച്ചേ സൂസനോട് ഞാൻ ഇതിനിടയ്ക്ക് ദാ ഇങ്ങനെ കുറച്ച് നേരം നിന്ന് സംസാരിച്ചായിരുന്നു. ഫോസ്ഫറസ് വച്ചിരുന്ന ആ ടിന്ന് അവിടെ ആരാ കൊണ്ടുവച്ചതെന്ന് അറിയണം. ഫിംഗർ പ്രിന്റ്സ് ഒക്കെ അതിൽ നിന്ന് കിട്ടി. ആരാ കൊണ്ടുവച്ചതെന്ന് കൺഫേം ചെയ്യണമെങ്കിൽ സംശയമുള്ളവരൊരു ലിസ്റ്റ് തയ്യാറാക്കണം. എന്നിട്ട് ആ ലിസ്റ്റുള്ളവരെ വിരലടയാള പരിശോധനയ്ക്ക് വിധേയരാക്കണം. നമുക്ക് സംശയമുള്ള കുറച്ചു പേരുണ്ടല്ലോ, അവരിൽ ആരെങ്കിലും ആണെങ്കിൽ അവരുടെ വിരലടയാളം മാച്ചാവുകയാണെങ്കിൽ സംഗതി എളുപ്പമാണ്. പക്ഷേ ഇതിനൊക്കെ കുറച്ച് സമയമെടുക്കും. കോടതിയിൽ ഇക്കാര്യം പറഞ്ഞ് നമുക്കൊരു സ്പെഷ്യൽ ഹർജി കൊടുക്കാം. സൂസൻ വേറൊന്നും പറഞ്ഞില്ലേ? പറഞ്ഞു, പക്ഷേ അത് കേട്ട് താൻ ടെൻഷൻ ആവരുത്.
ഞാൻ തന്നോട് പറയണ്ടെന്ന് കരുതിയതാ. അത് തനിക്ക് വിഷമാവും. എന്താ സൂസൻ പറഞ്ഞത്? അത് വേറൊന്നുമല്ല. പരസ്പരം സ്നേഹിച്ച് എങ്ങോട്ടെങ്കിലും ഒളിച്ചോടി പോവാന്നാ സൂസൻ പറയുന്നതേ. നിങ്ങൾ രണ്ടുപേരും ഒളിച്ചോടി പോകുന്നതിന് ഞാൻ എന്തിനാ വിഷമിക്കുന്നേ? എന്നാലും ഞാനും താനും ഇത്രയ്ക്കും ബന്ധമായ സ്ഥിതിക്ക്. എത്രയ്ക്ക് ബന്ധമായ സ്ഥിതിക്ക്? മഹി, നീ വന്നേ. വാ. എന്തിനാട്ടാ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? നിനക്കറിയില്ല എന്തിനാന്ന്? നീ എന്തിനാ എപ്പോഴും ആ വേലക്കാരി പെണ്ണിന് പുറകെ നടക്കുന്നത്? ഈ വീട്ടില് നിന്റെ അമ്മയുണ്ട്, അച്ഛനുണ്ട്, ഏട്ടനുണ്ട്, ഏട്ടത്തിയുണ്ട്. എങ്കിലും നീ എപ്പോഴും ആ ചന്ദ്രലേഖയുടെയും ആ ചിന്നുവിന്റെ ഒപ്പമാ. അതെന്താ അങ്ങനെയെന്നാ എനിക്കറിയേണ്ടത്. അതിപ്പോ ഇവനോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. പെണ്ണുങ്ങൾ ആണുങ്ങളെ വശത്താക്കാൻ തുനിഞ്ഞിറങ്ങിയ പിന്നെ ബ്രഹ്മാവിന് പോലും തടുക്കാൻ പറ്റില്ല സാർ. അവളുടെ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത കോമഡി കേൾക്കാനും ചിരിക്കാനും അവളുടെ ആവശ്യങ്ങൾക്ക് നീ മുൻകൈ എടുക്കുന്നത് ഒന്നും നിന്റെ ഈ ഏട്ടന് ഇഷ്ടമല്ല മഹി. അതിനാ നിന്നെ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്. ജോലിക്ക് നിൽക്കുന്ന ചില സ്ത്രീകൾക്ക് അവിടുത്തെ ആണുങ്ങളോട് ഒരു പ്രത്യേക പരിഗണനയൊക്കെ കാണും. രണ്ടുപേരും ചെറുപ്പക്കാര് കൂടിയാണെങ്കിൽ പിന്നെ പറയേ വേണ്ട. തട്ടിയൊരുമി നടക്കുകയും ഡബിൾ മീനിങ്ങിൽ കാര്യങ്ങൾ പറഞ്ഞും അവര് നമ്മളെ സുഖിപ്പിച്ച് ഇങ്ങനെ അങ്ങ് കൊണ്ടുപോകും. അപ്പൊ നമ്മൾ കരുതും നമ്മളോടുള്ള സ്നേഹം കൊണ്ടാന്ന്. എന്നാ അങ്ങനെയൊന്നും അല്ലടാ. അവര് സ്നേഹിക്കുന്നത് നമ്മളെ ആവില്ല, നമ്മുടെ പണത്തെ ആയിരിക്കും. ഞാൻ നിന്റെ ഏട്ടത്തിയാ, അമ്മയെ പോലെ കാണണം എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ ഞാൻ പറയുന്നത് നീ മനസ്സിലാക്കണം, എന്നിട്ട് അതനുസരിക്കുകയും വേണം.